ഹായ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റത്തിന്റെ സ്ട്രക്ചറുമായി റിലേറ്റ് ചെയ്ത ഹിസ്റ്ററിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ജോൺ ഡാൾട്ടൺ അറ്റോമിക് തിയറി ആയിട്ട് പ്രസന്റ് ചെയ്തത് എന്തെല്ലാമായിരുന്നു എന്നതാണ് നമ്മൾ പഠിച്ചത്. ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയുമായി റിലേറ്റ് ചെയ്ത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യനുകളാണ് ഇനി ഉൾപ്പെടുത്തുന്നത്. ആദ്യ ചോദ്യം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് അക്കോർഡിംഗ് ടു ദ അറ്റോമിക് തിയറി? ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ എലമെന്റിന്റെ ആറ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമായിരുന്നു? അറ്റോമിക് തിയറിയുമായി റിലേറ്റ് ചെയ്ത് അറ്റോമിക് തിയറി അനുസരിച്ച് ഒരു എലമെന്റിന്റെ ആറ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാം സ്പെഷ്യാലിറ്റീസ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു ആറ്റങ്ങൾക്കുണ്ടായിരുന്നത്? എന്തായിരുന്നു? നോക്കിയേ. യെസ്, atoms of the same elements are identical in properties, size and mass. ഒരേ എലമെന്റിന്റെ ആറ്റങ്ങളെല്ലാം ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളതും സൈസ് ഉള്ളതും മാസ് ഉള്ളതുമായിരുന്നു എന്നാണ് ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഫറൻസസ് ക്യാൻ യു ഇൻഫർ ബിറ്റ്വീൻ ദ ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെന്റ്സ്? ഡിഫറൻറ്റ് എലമെന്റ്സിന്റെ ആറ്റങ്ങൾക്കിടയിൽ എന്ത് ഡിഫറൻസ് ഉണ്ടാകും എന്നാണ് നിങ്ങൾക്ക് അറ്റോമിക് തിയറിയിൽ നിന്ന് മനസ്സിലായത്? എന്തായിരുന്നു ഡിഫറൻറ്റ് എലമെന്റ്സിന്റെ ആറ്റങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ് അറ്റോമിക് തിയറി പറഞ്ഞിരുന്നത്? ഒന്നോർത്തെടുക്കാം. ഓക്കെ, ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെന്റ്സ് ഡിഫർ ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. അപ്പോൾ ഡിഫറൻറ്റ് എലമെന്റ്സിന്റെ ആറ്റങ്ങൾ അവരുടെ മാസിലും പ്രോപ്പർട്ടീസിലും ഡിഫറൻ്റ് ആയിരിക്കും എന്നാണ് ജോൺ ഡാൾട്ടൺ പറഞ്ഞത്. അതായിരുന്നു ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിലെ പോയിന്റ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഡാൾട്ടൺ അറ്റോമിക് തിയറി പ്രസന്റ് ചെയ്തു. നമ്മൾ പറഞ്ഞു സയന്റിഫിക് ആയിട്ട് എവിഡൻസുകളൊന്നും പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള സ്റ്റഡീസിൽ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ ഒരുപാട് ഫെയിലിയേഴ്സ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. ഒരുപാട് പോരായ്മകൾ അതിനുണ്ടായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തപ്പെട്ടു. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ആറ്റത്തിനകത്ത് ഡാൾട്ടൺ പറഞ്ഞ അനുസരിച്ച് ആറ്റത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആറ്റത്തിനകത്ത് ആറ്റത്തിനേക്കാൾ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടോ? ആറ്റത്തിനകത്ത് ചെറിയ പാർട്ടിക്കിൾസ് മറ്റുള്ളവ എന്തെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ച് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തപ്പെട്ടു. അതിൽ നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾസ്, അത് നമ്മൾ 8th സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് എക്സ്പെരിമെൻറ്റുകളായിരുന്നു. എന്തായിരുന്നു? ഫസ്റ്റ് വൺ, റബ് എ കോം ഓൺ ഡ്രൈ ഹെയർ, ബ്രിങ് ദിസ് കോം നിയർ സ്മോൾ ബിറ്റ്സ് ഓഫ് പേപ്പർ, വാട്ട് ഡു യു ഒബ്സർവ്? കുറച്ച് പേപ്പർ വളരെ ചെറുതായി കീറിയിട്ടതിന് ശേഷം ഒരു കോംബ് എടുത്ത് നമ്മുടെ ഹെയറിൽ, നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ കുറേ നേരം റബ്ബ് ചെയ്യുക. കോമ്പിന് പകരം നമുക്ക് ഒരു സ്കെയിലോ പ്ലാസ്റ്റിക് സ്കെയിലോ അല്ലെങ്കിൽ ഒരു പേനയോ ഒക്കെ യൂസ് ചെയ്യാം. കുറച്ച് നേരം ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം ഈ പേപ്പർ ബിറ്റിനടുത്തേക്ക്, പേപ്പർ കീറിയിട്ട് അതിനടുത്തേക്ക് കൊണ്ടുവന്നാൽ എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്? നിങ്ങൾ 8th ചെയ്ത എക്സ്പെരിമെൻ്റ് ആണത്. എന്തായിരുന്നു എൻ്റെ ഒബ്സർവേഷൻ? എന്തായിരുന്നു നമുക്ക് നോക്കാം. ദ പേപ്പർ പീസസ് വിൽ സ്റ്റിക്ക് ഇൻ ദ കോമ്പ്. ആ പേപ്പർ പീസസ് എന്ത് ചെയ്യും? ആ കോമ്പിലേക്ക് പറ്റി പിടിക്കുന്ന കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്തായിരിക്കും? മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. Take an inflated balloon, rub it on dry hair for some time. Now place it on the surface of a wall and withdraw your hand. What do you observe? ഒരു ബലൂൺ പെരുക്കിയെടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ മുടിയിൽ, ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ കുറച്ചു നേരം അതിനെ റബ്ബ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വാളിനടുത്തേക്ക്, ചുവരിനടുത്തേക്ക് കൊണ്ടുവന്ന് ചുവരിൽ ചേർത്ത് ആ ബലൂണിനെ വയ്ക്കുക കുറച്ചു നേരം. അതിനുശേഷം കയ്യങ്ങെടുക്കുക. അപ്പോൾ ബലൂണിനെ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്തു. അതിനുശേഷം
തലയിൽ കുറച്ച് നേരം റബ്ബ് ചെയ്തു, ചുവരിനടുത്തേക്ക് കൊണ്ടുവന്നു, വാളിനടുത്തേക്ക് കൊണ്ടുവന്നു, അടുത്ത് വെച്ചു, കൈ എടുക്കുന്നു. എന്തായിരിക്കും സംഭവിക്കുക? അടുത്ത് വെച്ചു, ചുവരിൽ ചേർത്ത് വെച്ചു, കൈ എടുക്കുന്നു. ചുവരിൽ ചേർത്ത് വെച്ചിട്ട് കൈ എടുത്താൽ എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുന്നത് അവിടെ? ദ ബലൂൺ വിൽ സ്റ്റിക്ക് ഇൻ ടു ദ വാൾ. ആ ബലൂൺ എന്ത് ചെയ്യും? ആ ചുവരിൽ ഒട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. ദ ബലൂൺ വിൽ സ്റ്റിക്ക് ഇൻ ടു ദ വാൾ. അപ്പോൾ ഈ രണ്ട് എക്സ്പെരിമെന്റിൽ നമുക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? നമ്മളത് ഇതിൽ പഠിച്ചതാണ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ, ഓർമ്മയില്ലേ? അപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ റബ്ബ് ചെയ്ത കോമ്പ് പേപ്പർ ബിറ്റിനെ അട്രാക്ട് ചെയ്യുന്നു. അവിടെ ഒരു അട്രാക്ഷനാണ് അല്ലേ? അവിടെ അങ്ങനെ അട്രാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആ മെറ്റീരിയൽസിന് ഒരാൾക്കെങ്കിലും ചാർജ് വേണം അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് ചാർജ് ഇല്ലാത്തതിനെ അട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് ചാർജുകൾ അട്രാക്ട് ചെയ്യും. ഇത് നമ്മൾ 8th പഠിച്ചതാണ്. അപ്പോൾ ചാർജ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അവിടെ പഠിച്ചിട്ടുണ്ട്. അത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ കൊണ്ടാണ് ചാർജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എവിടെയുള്ളത്? ഡാൾട്ടൺ പറഞ്ഞ അനുസരിച്ച് ആറ്റമാണ് ഏറ്റവും ചെറുത്. അപ്പോൾ പിന്നെ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ആൾ എവിടെ നിന്ന് വന്നു? അപ്പോൾ അതെവിടെ നിന്ന് വന്ന കൺസെപ്റ്റാ? അപ്പോൾ ഡാൾട്ടന്റെ തിയറവുമായിട്ട്, അല്ലെങ്കിൽ ഡാൾട്ടന്റെ അറ്റോമിക് തിയറത്തിന്റെ പോരായ്മകൾ പിന്നീട് നടന്ന സ്റ്റഡീസിൽ നിന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പിന്നീടുള്ള സ്റ്റഡീസിലാണ് ഈ പറഞ്ഞ ഇലക്ട്രോൺസിനെ കണ്ടെത്തിയത്. അത് എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് പറയാനുള്ളത് കുറച്ച് സയന്റിസ്റ്റുമാരും അവരുടെ എക്സ്പെരിമെന്റും ഫൈൻഡിങ്സുമാണ്. അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 4-5 സയന്റിസ്റ്റുമാരേ ഉള്ളൂ. ബാക്കി അതല്ലാതെ നമുക്ക് അഡീഷണൽ കുറച്ച് സയന്റിസ്റ്റുമാരുടെ കാര്യം എക്സ്റ്റൻഡ് റീഡിംഗ് ആയിട്ട് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എക്സ്റ്റൻഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ഭാരതീയ ഹിസ്റ്ററിയുമായിട്ട് നമുക്ക് പരിചയം വേണം എന്ന് താല്പര്യം ഉള്ളവർ എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടേണ്ടി വരും ജസ്റ്റ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായ സയന്റിസ്റ്റുമാരാരൊക്കെ എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് സർ ഹംഫ്രി ഡേവി എന്ന സയന്റിസ്റ്റിനെ കുറിച്ചാണ്. സർ ഹംഫ്രി ഡേവി എന്ന സയന്റിസ്റ്റ്, അദ്ദേഹത്തിന് എന്തൊക്കെ ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകളിൽ എന്തെല്ലാം ഫൈൻഡിങ്സ് ആണ് കിട്ടിയിരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സർ ഹംഫ്രി ഡേവി എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തിരുന്നു. കോമ്പൗണ്ട്സിൽ നിന്ന് എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തൊരു സയന്റിസ്റ്റ് ആയിരുന്നു. ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി, സർ ഹംഫ്രി ഡേവി ഐസൊലേറ്റഡ് മെനി എലമെന്റ്സ് ഫ്രം കോമ്പൗണ്ട്സ്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് ബോറോൺ ആർ സം എക്സാമ്പിൾസ്. അപ്പോൾ സർ ഹംഫ്രി ഡേവി ഐസൊലേറ്റ് ചെയ്ത കുറച്ച് എലമെന്റ്സ് എവിടെ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തത്? സർ ഹംഫ്രി ഡേവി ഐസൊലേറ്റഡ് എലമെന്റ്സ് ഫ്രം കോമ്പൗണ്ട്സ് അല്ലേ? എലമെന്റ്സിനെ എവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്തു? കോമ്പൗണ്ട്സിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്ത് എടുത്തത്. ഏതൊക്കെ എലമെന്റിനെയാണ് അദ്ദേഹം ഐസൊലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഐസൊലേറ്റ് ചെയ്ത എലമെന്റ്സിൽ എക്സാമ്പിളുകൾ വരുന്നതാണ്. ഒന്ന് പൊട്ടാസ്യം, മറ്റൊരെണ്ണം സോഡിയം, മറ്റൊരെണ്ണം കാൽഷ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ. ഇത്രയും എലമെന്റ്സിനെ സർ ഹംഫ്രി ഡേവി ഐസൊലേറ്റ് ചെയ്തതാണ്. എങ്ങനെ ഐസൊലേറ്റ് ചെയ്തത്? യൂസിങ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്താണ് അദ്ദേഹം എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തത്. കോമ്പൗണ്ട്സിൽ നിന്നാണ് ഇതിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹു ഐസൊലേറ്റഡ് എലമെന്റ്സ് ഫ്രം കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. 3 സയന്റിസ്റ്റുമാരുടെ പേര് തമ്മിട്ട് വേണമെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട് ഇതിനകത്തുനിന്ന് കറക്റ്റ് ആൻസർ ഒരാളുണ്ടാവുമല്ലോ, സെലക്ട് ചെയ്യാൻ പറയാം. നെക്സ്റ്റ് അതിന്റെ ആൻസർ സർ ഹംഫ്രി ഡേവി. ഓക്കെ, അടുത്തത് he conducted experiments which involved the passage of electricity through liquids.
ലിക്വിഡ്സിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു പോകുന്ന എക്സ്പെരിമെന്റുകൾ ആര് നടത്തിയിരുന്നു? സർ ഹംഫ്രി ഡേവി നടത്തിയിരുന്നു. നോർമലി നമ്മൾ സോൾഡിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു പോകുന്നത് നമുക്കറിയാം. ലിക്വിഡ്സിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന എക്സ്പെരിമെന്റുകളാണ് സർ ഹംഫ്രി ഡേവി ചെയ്തു നോക്കിയിരുന്നത്. അതില് ഓൺ ദ ബേസിസ് ഓഫ് ദീസ് എക്സ്പെരിമെന്റ്സ് ഹി അണ്ടർസ്റ്റുഡ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ സബ്സ്റ്റൻസസ്. ഈ എക്സ്പെരിമെന്റുകളിൽ നിന്ന് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തത് സബ്സ്റ്റൻസിനകത്ത് ഇലക്ട്രിക് ചാർജ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. He understood the presence of electric charges. He understood the presence of electric charges in substances. സബ്സ്റ്റൻസിനകത്ത് ഇലക്ട്രിക് ചാർജസിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ലിക്വിഡ്സിനകത്തൂടെയുള്ള ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് അദ്ദേഹത്തിനെ സഹായിച്ചു. ഓക്കെ, ഇനി ഏതൊക്കെയായിരുന്നു ആ ചാർജസ് എന്ന് ചോദിച്ചാൽ, he established that there are two types of charges. അദ്ദേഹം പറഞ്ഞു 2 ടൈപ്പ് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്, ആൻഡ് ഇറ്റ് ഈസ് ദീസ് ഇലക്ട്രിക് ചാർജസ് ദാറ്റ് എനേബിൾ എ സബ്സ്റ്റൻസ് ടു റിയാക്ട് വിത്ത് അനദർ സബ്സ്റ്റൻസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സബ്സ്റ്റൻസിനകത്ത് ഇലക്ട്രിക് ചാർജിന്റെ പ്രസൻസ് ഉണ്ട്, ഇലക്ട്രിക് ചാർജസ് ആർ പ്രസന്റ് ഇൻ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ 2 ടൈപ്പ് ചാർജസ് ആണ് ഉള്ളത്. ഏതൊക്കെയാ നമുക്കറിയാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവണം. ആൻഡ് ദീസ് ഇലക്ട്രിക് ചാർജസ് ദാറ്റ് എനേബിൾ എ സബ്സ്റ്റൻസ് ടു റിയാക്ട് വിത്ത് അനദർ സബ്സ്റ്റൻസ്. അപ്പോൾ ഈ ഇലക്ട്രിക് ചാർജസ് അല്ലെങ്കിൽ ഈ ചാർജസ് ആണ്, ഈ ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് എന്തിനു സഹായിക്കുന്നത്? ചാർജസ് ആണ് എന്തിനു സഹായിക്കുന്നത്? ഒരു സബ്സ്റ്റൻസിനെ മറ്റൊരു സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഒരു സബ്സ്റ്റൻസിനെ മറ്റൊരു സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്യാൻ സഹായിക്കുന്നത് അതിനകത്തുള്ള ചാർജസ് ആണ്. 2 ടൈപ്പ് ചാർജസ് ഉണ്ടെന്ന് ആര് പറഞ്ഞു? സർ ഹംഫ്രി ഡേവി പറഞ്ഞു. അപ്പോൾ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നത്, ഹു എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് there are 2 types of charges? Who established that there are 2 types of charges? 2 ടൈപ്പ് ചാർജസ് ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? Or who find out that there are 2 types of charges in substances? സബ്സ്റ്റൻസിനകത്ത് 2 ടൈപ്പ് ചാർജസ് ഉണ്ടെന്ന് പറഞ്ഞത് ആരായിരുന്നു? കണ്ടെത്തിയത് ആരായിരുന്നു? സർ ഹംഫ്രി ഡേവി. ആൻസർ സർ ഹംഫ്രി ഡേവി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ അതാണ്. അഡീഷണൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചോദിക്കുന്നില്ല. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത സയന്റിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് പരിചയമായിട്ടുള്ള അല്ലെങ്കിൽ പരിചിതനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേ നമുക്കറിയാം. മൈക്കൽ ഫാരഡേ ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? മൈക്കൽ ഫാരഡേ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്, അല്ലെ, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്നത് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്. മൈക്കൽ ഫാരഡേ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. അത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് 1 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. അപൂർവമാണ് അങ്ങനെ ചോദിക്കാൻ. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ ഇതേവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇനി വേണമെങ്കിൽ അവർക്ക് 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്താം. Who is known as the father of electricity? മൈക്കൽ ഫാരഡേ, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് അറിയപ്പെടുന്ന സയന്റിസ്റ്റ് മൈക്കൽ ഫാരഡേ ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിനെക്കാട്ടിയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയാണ് നമുക്ക് പറയാനുള്ളത് ഫാരഡേയുമായി റിലേറ്റ് ചെയ്ത്. From the experiments conducted along with Sir Humphrey Davy, he found that electricity can pass through liquids. അപ്പോൾ നേരത്തെ നമ്മൾ സർ ഹംഫ്രി ഡേവി എക്സ്പെരിമെന്റ് ചെയ്ത് പറഞ്ഞിരുന്നു, ലിക്വിഡ്സിനകത്തൂടെ എന്ത് ചെയ്തു, ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്ത് എക്സ്പെരിമെന്റുകൾ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മൈക്കൽ ഫാരഡേയും. അപ്പോൾ ഹംഫ്രി ഡേവിയുമായിട്ട് ചേർന്ന് അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റുകളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്, ഇലക്ട്രിസിറ്റിക്ക് ലിക്വിഡ്സിനകത്തൂടെ എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. അത് വെറുതെ പാസ് ചെയ്യുക മാത്രമല്ല എന്നുകൂടെ ആര് കണ്ടുപിടിച്ചു? മൈക്കൽ ഫാരഡേ കണ്ടെത്തി. It is found that some liquid substances can be separated into their components by passing electric current through them. അപ്പോൾ നമുക്ക് ചില ലിക്വിഡ് സബ്സ്റ്റൻസിനെ അതിന്റെ കമ്പോണൻസ് ആയിട്ട് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. Some liquid substances can be separated into their components by passing electric current through them. അപ്പോൾ ലിക്വിഡ് സബ്സ്റ്റൻസിനെ അതിന്റെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അതിനകത്തൂടെ എന്ത് പാസ് ചെയ്താൽ മതി?
ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ മതി എന്ന് ആര് പറഞ്ഞു? മൈക്കൽ ഫാരഡെ പറഞ്ഞു. അങ്ങനെ ചില ലിക്വിഡ് സബ്സ്റ്റൻസിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിന്റെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്താൽ അതിന് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കും. പഠിച്ചിട്ടുണ്ട് നമ്മൾ 8th. അപ്പോൾ മൈക്കൽ ഫാരഡെ എന്താ കണ്ടത്? He found that some liquid substances can be separated into their components by passing electric current through them. This process is known as electrolysis. ഇത് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കും. ഇനി അദ്ദേഹം ഈ ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട് thereafter he proposed the laws in connection with this. This is known as laws of electrolysis. അപ്പോൾ ഇതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് ലോസ് ഇതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് ലോസ് കൊണ്ടുവന്ന് വിളിക്കുന്നത് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്നാണ്. ആ ഒരു ക്ലാസ്സിൽ നിങ്ങളത് പഠിക്കും, ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അപ്പോൾ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്? മൈക്കൽ ഫാരഡെ. അപ്പോൾ മൈക്കൽ ഫാരഡെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ഓർ ഇലക്ട്രോളിസിസ് എന്ന് മാത്രവും ചിലപ്പോൾ പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിൽ ചോദിക്കാം. ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്, ലോ ഓഫ് ഇലക്ട്രോളിസിസ്, ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ മെയിനായിട്ട് പറയുന്നത് മൈക്കൽ ഫാരഡെ. വെറും ഇലക്ട്രോളിസിസ് എന്ന് കൂടെ വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലും ഉൾപ്പെടുത്താറുണ്ട്. ലോ ഓഫ് ഇലക്ട്രോളിസിസ് മൈക്കൽ ഫാരഡെ. ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആരാണ്? മൈക്കൽ ഫാരഡെ. ഓക്കെ. ഇപ്പോൾ ലിക്വിഡ്സിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇലക്ട്രോളിസിസ് പറഞ്ഞത്. അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ലോസ് പറഞ്ഞത് ആരാണ്? മൈക്കൽ ഫാരഡെ ആണ്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. However, he failed to explain the reasons behind this process. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഇലക്ട്രോളിസിസ് നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയിരുന്നില്ല? മൈക്കൽ ഫാരഡേക്ക് പറ്റിയിരുന്നില്ല. ഓക്കെ. അദ്ദേഹം ഇലക്ട്രിസിറ്റി ലിക്വിഡ്സിനകത്ത് പാസ് ചെയ്യുമെന്നും ലിക്വിഡ്സിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ചില ലിക്വിഡ്സ് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ റീസൺ എന്താണെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഓക്കെ. അപ്പോൾ രണ്ടുപേരും നമ്മൾ കണ്ടു. ഒന്ന് സർ ഹംഫ്രി ഡേവി, മറ്റൊന്ന് മൈക്കൽ ഫാരഡെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു 5 സയൻറ്റിസ്റ്റുകളെ കുറിച്ചാണ്. ഇത് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാറൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ടെക്സ്റ്റിനകത്ത് 2 പേജിൽ തന്നിട്ടുണ്ട്, എക്സ്റ്റൻഡ് റീഡിങ്. അതുകൊണ്ട് ജസ്റ്റ് ആ സയൻറ്റിസ്റ്റിൻ്റെ പേരുകളൊന്ന് പറഞ്ഞു പോകുന്നു. ഇവിടെ കോൺട്രിബ്യൂഷൻ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും അല്ല, നമുക്ക് അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമല്ല. നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നേ ഉള്ളൂ. ഓക്കെ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക, അങ്ങനെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അവരുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ അത്രയും നല്ലത് എന്ന് മാത്രം. ഓക്കെ. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹെൻറിച്ച് ഗീസ്ലർ. ഹെൻറിച്ച് ഗീസ്ലർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ട്യൂബ് ഡെവലപ്പ് ചെയ്തു. എന്ത് ട്യൂബ് എന്ന് ചോദിച്ചാൽ ഡിസ്ചാർജ് ട്യൂബ് എന്നറിയപ്പെടുന്ന ഒരു ട്യൂബാണ്. അദ്ദേഹം ഒരു ഗ്ലാസ് ബ്ലോവർ ആയിരുന്നു, ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് എന്നറിയപ്പെടുന്ന ഒരു ട്യൂബ് ഇൻവെന്റ് ചെയ്ത ആളാണ്. വാക്വം ട്യൂബ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് എന്നറിയപ്പെടുന്ന ഒരു ട്യൂബ് ഇൻവെന്റ് ചെയ്ത ആളായിരുന്നു ഹെൻറിച്ച് ഗീസ്ലർ. അപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ് വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത മറ്റൊരു സയന്റിസ്റ്റ് ആയിരുന്നു ജൂലിയസ് പ്ലക്കർ. ഈ ജൂലിയസ് പ്ലക്കർ ഈ ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബിനകത്ത് ഗ്യാസസിനെ ഫില്ല് ചെയ്തു. വളരെ ലോ പ്രഷറിനകത്ത് ഗ്യാസസിനെ അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് അതിനകത്തൂടെ ഇലക്ട്രിക് ചാർജ് പാസ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ കുറച്ച് ഒബ്സർവേഷൻസ് ഒക്കെ കണ്ടെത്തിയ ഒരാളായിരുന്നു ജൂലിയസ് പ്ലക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ലോ പ്രഷറിൽ ഇലക്ട്രിസിറ്റി അതിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ഡിസ്ചാർജ് ഒരു ലൈറ്റ് അവിടെ ഉണ്ടാക്കുന്ന ഒരു ഗ്ലോ ഓഫ് ലൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ആര് കണ്ടു? ജൂലിയസ് പ്ലക്കർ കണ്ടു. ഓക്കെ. ഇനി ഹെൻറിച്ച് ഗീസ്ലർ ഉണ്ടാക്കിയ ഡിസ്ചാർജ് ട്യൂബിലൊരു ചേഞ്ച് ഉണ്ടാക്കി അതിന് മോഡിഫൈ ചെയ്തെടുത്ത മറ്റൊരു സയന്റിസ്റ്റ് ആയിരുന്നു വില്യം ക്രൂക്സ്. വില്യം ക്രൂക്സ് മോഡിഫൈഡ് ഫോം ഓഫ് ഗീസ്ലേഴ്സ് ഡിസ്ചാർജ് ട്യൂബാണ് ചെയ്തത്. അദ്ദേഹം ആ ഡിസ്ചാർജ് ട്യൂബിനെ എടുത്തൊന്ന് മോഡിഫൈ ചെയ്തു. അപ്പോൾ ഇതിനകത്തൂടെ ഈ ട്യൂബിനകത്ത് ഗ്യാസിനെ ഫില്ല് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിൽ ചില ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് ഒബ്സർവ് ചെയ്ത ഒരാളായിരുന്നു. ആ ഡിസ്ചാർജ് ട്യൂബിനെ നമ്മൾ അറിയപ്പെടുന്നത് CRT എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ CRT എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ട്യൂബ്. CRT കാഥോഡ് റേ ട്യൂബ് എന്നറിയപ്പെടും. പഴയകാല ടി വികളിൽ ഉണ്ടായിരുന്നതാണ് CRT എന്ന് പറയുന്നത്, കാഥോഡ് റേ ട്യൂബ് എന്നറിയപ്പെടുന്നത്.
പിക്ചർ ട്യൂബ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കാഥോഡ് റേസിനെ കുറിച്ച്, അതിനകത്തുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ച്, അല്ലെങ്കിൽ കാഥോഡ് റേസിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തിയ ഒരാളായിരുന്നു വില്യം ക്രൂക്സ്. അദ്ദേഹം യൂസ് ചെയ്തത് ഹെൻറിച്ച് ഗീസ്ലറിന്റെ മോഡിഫൈഡ് ഡിസ്ചാർജ് ട്യൂബ് ആയിരുന്നു. അപ്പോൾ ക്രൂക്സിന്റെ ഡിസ്ചാർജ് ട്യൂബിൽ എക്സ്പെരിമെന്റ് ചെയ്ത വളരെ ഫേമസ് ആയിട്ട് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. നമുക്ക് ഹയർ ക്ലാസ്സിൽ പ്ലസ് വണ്ണിലൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹം ഒരു പാർട്ടിക്കിളിന്റെ പ്രസൻസ് ഈ ഗ്യാസിനകത്ത് ഉണ്ട് എന്ന്, അതായത് ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അവിടെ നിന്നൊരു പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് യൂജൻ ഗോൾഡ്സ്റ്റീൻ ആയിരുന്നു. പോസിറ്റീവ് ചാർജ് ഗ്യാസിനകത്തുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്ത സയന്റിസ്റ്റ് ആയിരുന്നു യൂജൻ ഗോൾഡ്സ്റ്റീൻ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ ഐഡന്റിഫൈ ചെയ്തു. അവസാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് പരിചയമുള്ള ഒരു ടൈപ്പ് റേസ് ഉണ്ട്, എക്സ് റേസ് എന്നറിയപ്പെടും. അത് കണ്ടെത്തിയ ആളായിരുന്നു. ആരായിരുന്നു? വില്യം റോഞ്ചന്റെ പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ അദ്ദേഹം ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത്, ക്രൂക്സിന്റെ ഡിസ്ചാർജ് ട്യൂബിനകത്ത് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യാദൃശ്ചികമായിട്ട് ആക്സിഡന്റലായിട്ട് കണ്ടുപിടിച്ച ഒരു റേ ആയിരുന്നു എക്സ് റേ എന്നറിയപ്പെടുന്നു. ഇപ്പൊ നമ്മൾ എക്സ് റേ എന്ന് വിളിക്കുന്ന അതേ റേസ് തന്നെ. അന്ന് അദ്ദേഹം എക്സ് റേ, അതിന്റെ പേര് അറിയില്ല, എന്താണെന്ന് അറിയില്ലാത്ത കൊണ്ട് എക്സ് റേസ് എന്ന് വിളിച്ചിരുന്നു. അത് തന്നെ ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, പേര് എക്സ് റേസ്. അപ്പൊ എക്സ് റേസ് കണ്ടെത്തിയത് വില്യം റോഞ്ചറാണ്. അപ്പൊ ഇത്രയും ഈ സയന്റിസ്റ്റുമാരെ കുറിച്ച് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, പക്ഷെ പരീക്ഷയ്ക്ക് ഇതിനകത്ത് കുറിച്ച് ഒന്നും ചോദിക്കില്ല. കുറച്ച് ഈ സയന്റിസ്റ്റുമാരെ കുറിച്ചൊന്നും നമുക്ക് ചോദിക്കില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക, നിങ്ങൾക്ക് അഡീഷണൽ അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ.